ഹലോ, എല്ലാവരും എന്ത് പറയുന്നു? സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു. ആണ്. ഇന്ന് മുടി കൊഴിച്ചിൽ പ്രശ്നങ്ങൾ എന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചൊരു ചിറ്റാറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ല, മുടിയിൽ ഇപ്പോൾ കെയർ ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് നമുക്ക് ഒരു ലോങ് ടേം പ്രോസസ്സാണല്ലോ. അല്ല, മുടി പൊഴിയുന്നതാണേലും പൊഴിഞ്ഞ് വീണ് കിടക്കുമ്പോൾ നമുക്കത് അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഒരു സിറ്റ് ഡൗൺ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് നല്ലതെന്ന്. എൻ്റെ ഒരു ഹിസ്റ്ററി പറയാം. എനിക്ക് പൊതുവെ നല്ല മുടിയുള്ള ടൈപ്പാണ്. നീളമല്ല, എനിക്കൊരിക്കലും മുടി മാക്സിമം ഒക്കെ ഇവിടം വരെയൊക്കെ നീട്ടിയിട്ടുള്ളൂ. അത് ഒരിക്കലും ഒന്നോ രണ്ടോ തവണ ലൈഫിൽ മോസ്റ്റ്ലി ഈ ലെവൽ ഇത് എൻ്റെ മാക്സിമം ലെങ്താണ്. ഇവിടം തൊട്ട് ഇങ്ങനെ ഇവിടം വരെ ആ ഒരു ലെവലിലാണ് മുടി വളർത്തുക. പക്ഷെ നീളമല്ല, തിക്നെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായും ഉള്ളുള്ള മുടി എന്ന് പറയില്ലേ, പറ്റാത്ത പോലെ മുടിയുള്ള ഒരാളായിരുന്നു ഞാൻ. ചെറിയ പ്രായമായപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ മുടി വെട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ എപ്പോഴാണോ കടയിൽ പോയി വെട്ടാൻ തുടങ്ങിയത്, ഞാൻ ലെയർ വെട്ടിക്കാൻ മാത്രമല്ല, എന്നിട്ട് അകത്തുനിന്ന് എനിക്ക് ആളുകൾ ഇങ്ങനെ ഇവിടെയൊക്കെ നല്ല തിന്നായിട്ട് കിടക്കണ അങ്ങനെ കാണുമ്പോൾ അത് കൊള്ളാമല്ലോ, എൻ്റെത് ഇങ്ങനെ ആയിപ്പോട്ടെ, മുടി ഇങ്ങനെ മേളിലോട്ട് വലിഞ്ഞു പോകും. അത് ഓരോ മുടികളുടെ പ്രത്യേകത. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അകത്തുനിന്ന് മുടി വെട്ടിച്ച് കളയാം. അങ്ങനത്തെ മുടിയുള്ളതിൻ്റെ അഹങ്കാരത്തിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. മുടി കളറ് സ്ഥിരമായി കളർ ചെയ്യുമായിരുന്നു, സ്ട്രെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ മുടിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പം അതുകൊണ്ടൊന്നും അല്ല മുടി പൊഴിഞ്ഞത് എനിക്കൊരു 40 ഒരു കഴിഞ്ഞ വർഷമാണ് മെയിൻലി മുടി പൊഴിയാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് നമ്മുടെ ആ ഒരു ഹോർമോണൽ ചേഞ്ചസും ഒക്കെ വരുന്നതിൻ്റെ പാർട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കളറൊക്കെ എനിക്ക് തോന്നുന്നൊരു 4 വർഷം മുമ്പ് എൻ്റെ ലാസ്റ്റ് കളർ ചെയ്തത്. പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ എനിക്ക് എൻ്റെ ഒരു മൂഡ് ഇൻട്രസ്റ്റ് അങ്ങ് പോയി. പിന്നെ എനിക്ക് എൻ്റെ മുടി ഒരുമാതിരി സ്ലൈറ്റ്ലി ചെമ്പിച്ചതാണ് എൻ്റെ മുടിയുടെ ഒരു കളറ്. ചെറിയ ചെമ്പീര്, ഭയങ്കര കറുത്ത ഒരു കാർക്കൂന്തൽ മുടിയല്ല. അപ്പം ഞാൻ സമയമില്ല, പിന്നെ എനിക്ക് എൻ്റെ ഒരു സ്റ്റൈലിന് പറ്റണില്ല എന്ന് തോന്നി കളറിങ് നിർത്തി. മുടി സ്ട്രെയിറ്റ് ചെയ്യും, പിന്നെ കേളിയും ചെയ്യുന്നത് സ്ഥിരമായിട്ട് ആഴ്ചയിൽ 1-2 തവണ വെച്ച് ചെയ്യാറുണ്ട് കേട്ടോ. 2-3 തവണ വെച്ച് ചെയ്യാറുണ്ട്. അത് നമ്മളെപ്പോഴും ചെയ്യും. പിന്നെ എണ്ണ എന്ന് പറയുന്ന സാധനം ചെറുപ്പത്തിൽ നമ്മൾ അറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ഈ വെളിച്ചെണ്ണ കാച്ചാനൊന്നും നമ്മുടെ വീട്ടിൽ ആളില്ല, സമയമില്ല, വയ്യ. അപ്പം വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്താണോ എണ്ണ അത് തേക്കുമായിരുന്നു. പിന്നെ ഒരു പ്രായം നമ്മുടെ സ്വന്തമായി കൈകാര്യം ചെയ്യാൻ തുടങ്ങിയ പിന്നെ എണ്ണ തേരില്ല. കാരണം അതൊരു മെനക്കെട്ട പരിപാടി, എണ്ണ വലിച്ചിരിക്കല്ലേ, അപ്പോൾ ഒരു സ്റ്റൈല് കുറവ്. അപ്പം ഞാൻ എണ്ണ തേര് കുറേ വർഷം ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ പ്രഗ്നൻസി ഡെലിവറി ആ ഒരു സമയത്ത് നമുക്ക് വല്ലാത്ത മുടി കൊഴിച്ചിൽ വരുമല്ലോ. ആ സമയത്താണ് ഞാൻ ചെമ്പരത്യാദി, നീലിഭൃങ്കാദി അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ തോമസിൻ്റെ അമ്മച്ചി കാച്ചും. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഈ ആയുർവേദിക് എണ്ണ കാച്ചും. അപ്പം അങ്ങനെ തേക്കുക. അപ്പം എനിക്ക് പ്രഗ്നൻസിയിലും ഡെലിവറിയിലും ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന അത് പോയി. മുടി പൊഴിച്ചിൽ അതൊന്നും ഒരു പ്രശ്നമല്ല ഉണ്ടായി. അങ്ങനെ വീണ്ടും നമ്മൾ അഹങ്കാരത്തിൻ്റെ ഒരു കൊടുമുടിയിൽ നല്ല മുടി. എല്ലാവരും പൊതുവേ എന്നെ മുടി വെച്ച ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ടൈപ്പുണ്ട്. മുടി അങ്ങനെ കെട്ടി, മുടി ഇങ്ങനെ വെച്ച ആൾ, അങ്ങനെ വെട്ടിയ ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് മുടി ഒരു ഐഡൻറ്റിറ്റിയുടെ ഒരു പാർട്ടായിരുന്നു. അതൊക്കെ അങ്ങോട്ട് പോയില്ലേ. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ലാണ്ട് കഴിഞ്ഞ സമ്മറിലൊക്കെ ആണെന്ന് തോന്നുന്നു, ഞാനിപ്പോൾ വീഡിയോ ഉഴപ്പാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു കുറച്ചായില്ലോ. അത് എനിക്ക് തോന്നുന്നു എൻ്റെ മൂഡ് മാറ്റി. ഒരു പെരിമെനോപോസൽ എന്ന് പറയണത് ചില ആളുകൾക്ക് ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ഹോർമോൺ ചെക്കൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിതുവരെ ഹോർമോൺ ചെക്കും ചെയ്തില്ല. അതിൻ്റെ വലിയ കാര്യമുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. അതൊരു ചിലർക്ക് 10 വർഷം അതിന് മേളിലൊക്കെ ആ ഒരു സ്റ്റേജ്. പെരിമെനോപോസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്ന് തുടങ്ങി ഇത്ര ദിവസം കഴിഞ്ഞ് തീരും അങ്ങനത്തെ ഒരു സംഭവമല്ല. നമുക്ക് പൊതുവേ നമ്മുടെ ബോഡിയിൽ ഉള്ള ഡിക്ലൈനും ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ആണല്ലോ ഒരു പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ മുടി ഉണ്ടല്ലോ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പിടിക്കുമ്പോൾ ശരിക്കും ഒരു കുറച്ച് 3-4 മുടിയല്ല, ഒരു പിടി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇനി അങ്ങനെ പറയാൻ പറ്റും. പക്ഷേ ഈ ഒരു വിരലിൻ്റെ വണ്ണത്തിൽ ഇങ്ങനെ മുടി വെക്കും. ഞാൻ എൻ്റെ തലയിൽ ഇത്രയും അതൊരു ദിവസം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പിടിക്കുമ്പോൾ കുറേ മുടി. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണവിടെ തലയെ തൊടാൻ പേടിയാണ്, തൊട്ടാലും മുടി പോകണ ഒരവസ്ഥ.
അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി മുന്നോട്ടിരുന്ന് കണ്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ചുമ്മാ ഞാൻ എൻ്റെ ചിറ്റാറ്റ് കേട്ടിട്ട് ബോറടിക്കണ്ട. അപ്പം ഞാൻ പിന്നെ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചെന്ന്, ഇപ്പം ഈ ഒരു ഹെയർ ലൈൻ ദാറ്റ്സ് ഓക്കെ, പക്ഷെ അതല്ലാണ്ട് ഇവിടെ ഇത് ഈ കാണുന്ന കുഞ്ഞു മുടികളൊക്കെ ഉണ്ട്, ഇതൊന്നുമില്ല. ഇവിടെ ഒരു കഷണ്ടി, ഇവിടെ ഈ മുടിയിൽ ഇവിടെ കഷണ്ടി. ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ഹസ്ബൻഡ് ഫോട്ടോ എടുത്ത് കാണിച്ചിരിക്കുന്നത് ഇവിടെ ഒരു വലിയ കഷണ്ടി, കുറേ മുടി ഇവിടെ നിന്ന് പോയിട്ടോ. അപ്പം ഞാനെപ്പോഴും ഓർക്കും ഈ ഹസ്കിയൊക്കെ ഷെഡ് ചെയ്യുന്ന പോലെ ഷെഡ് ചെയ്യാൻ എനിക്കിവിടെ ഇവിടെ എത്ര മുടിയെന്ന് എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പം കുറച്ചൊക്കെ ഈ ഒരു ഭാഗത്തെ മുടിയൊക്കെ ഉണ്ടാവും, പക്ഷെ ബാക്കിലൊക്കെ കുറേ മുടി അങ്ങനെ പൊഴിഞ്ഞു പോയി. ഞാൻ എല്ലാ ഹോം റെമഡീസും ട്രൈ ചെയ്തു ഗൈസ്. ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങൾ ആരും എന്നോട് വിരോധം അല്ലെങ്കിൽ മുഷിപ്പ് വിചാരിക്കരുത്. ഈ റോസ്മേരി, ഉലുവ, ചെമ്പരത്തി, ആ സാധനമൊക്കെ ഉണ്ടല്ലോ, പല കറിവേപ്പില, ഇതൊക്കെ നമുക്ക് നല്ല മുടിയൊക്കെ ഉള്ള അപ്പം നല്ല രസമായിട്ടിരിക്കും. ഈ 2 മുടിയൊക്കെ പൊഴിഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് മെയിൻ്റനൻസിന് ആ ഒരു വെൽബീയിങ്, നല്ലൊരു സുഖം, നമ്മളിങ്ങനത്തെ ഒരു പ്രത്യേക തരത്തിൽ നമ്മളെ ട്രീറ്റ് ചെയ്തു എന്ന് തോന്നുമ്പോൾ ഉള്ള ഒരു സുഖം അതിന് നല്ലതാണ്. ഈ ഒരു സാധനം മോശമെന്നല്ല ഞാൻ പറയണേ. നമ്മുടെ ഒരു ഹോർമോണൽ സമയത്തുള്ള ആ മുടി പൊഴിച്ചിലും ഭയങ്കര ഇൻറ്റൻസിറ്റി. ഞാൻ ഈ 4-3 7 മുടി പൊഴിയുമ്പം റോസ്മേരി അപ്ലൈ ചെയ്ത് എല്ലാം തിരിച്ചു വരുന്ന ആ ഒരു അവസ്ഥയല്ല ഞാൻ പറയണേ. ഞാൻ പറഞ്ഞത് ശരിക്കും നമുക്ക് മാനസികമായി അതായത് അകത്തുനിന്ന് മുടി വെട്ടിക്കളഞ്ഞോണ്ടിരുന്ന എനിക്ക് മുടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ മുടിക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല, അതിങ്ങ് വളർന്നോളും എന്നുള്ള അങ്ങനെയൊക്കെ ഞാൻ ഇഷ്ടം പോലെ ന്യായം പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഒരുമാതിരിയൊക്കെ മുടി പോയിട്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇനിയിപ്പം വാട്ട് ഈസ് നെക്സ്റ്റ്? നാട്ടിൽ പോയി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അപ്പം എൻ്റെ ഹസ്ബൻഡ് ടർക്കിയിൽ തോമസിൻ്റെ ഏതോ ഫ്രണ്ടിന് ടർക്കിയിൽ പോയിട്ട് അവർ ഓരോ ഹെയർ വെച്ച് ഇംപ്ലാന്റ് ചെയ്തു, അതിൻ്റെ പാക്കേജ് എടുക്കുക, അങ്ങനെ വരെ നമ്മുടെ വീട്ടിൽ സംസാരം. ടർക്കിയിലെ ടൂറിസം, അപ്പോഴാണ് നമ്മുടെ യുദ്ധം വരുന്നത്, ഇസ്രായേൽ ആ യുദ്ധമൊക്കെ വരുന്നത്. അപ്പം ഞാൻ ടർക്കിയിൽ പോയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല. ആക്ച്വലി അങ്ങനെ പോകുമെന്നല്ല പറയണേ ഞാൻ, നമ്മൾ ഓരോരോ ഇതുകൾ നോക്കുമല്ലോ. പക്ഷെ നാട്ടിൽ പോയി ചെയ്യാൻ പേടിയാണ്, നാട്ടിൽ പോയിട്ട് വല്ല ഇൻഫെക്ഷൻ ആയാലോ. ഇവിടെ അങ്ങനെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെ വരെ ചിന്തിച്ച് അത്രയും എൻ്റെ മുടി പൊഴിഞ്ഞ അവസ്ഥയിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ എല്ലാ സാധനവും, ഉലുവ, പല ഷാമ്പൂ, നീലഭൃംഗാദി, ചെമ്പരത്തി, നമ്മുടെ ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ, റോസ്മേരി, ആക്ച്വൽ റിയൽ റോസ്മേരി മേടിച്ചിട്ട് അത് നല്ല കുറുക്കി സ്പ്രേ ചെയ്യുന്ന, അത് കടയിൽ നിന്ന് മേടിക്കുന്ന റോസ്മറി ഓയിൽ, എല്ലാ സാധനങ്ങളും ട്രൈ ചെയ്തു. ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ വെറുതെ ഇങ്ങനെ, ആരും സജസ്റ്റ് ചെയ്തൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ, ഞാനിങ്ങനെ നോക്കുകയാണ് എന്താണ് ഹെയർ ഫോളിന് ചെയ്യണം. അപ്പം ആണുങ്ങളുടെ ഹെയർ ഫോളിനുള്ള മിനോക്സിഡിൽ, MINOXIDIL, മിനോക്സിഡിൽ എന്ന് വെറുതെ ഗൂഗിളോട് ചോദിച്ചാൽ മതി, പുള്ളി പറഞ്ഞുതരും. ഹെയർ ഫോൾ മിനോക്സിഡിൽ എന്ന് പറയുമ്പോൾ തന്നെ സ്പെല്ലിംഗ് ഒക്കെ ഉൾപ്പെടെ പറഞ്ഞുതരും കേട്ടോ. ബ്രാൻഡൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല, കാരണം ഞാൻ പ്രത്യേകിച്ച് ബ്രാൻഡൊന്നും നോക്കിയിട്ടല്ല മേടിച്ചത്. അപ്പോൾ ആണുങ്ങളുടെ ഹെയർ ഫോളിന് ഈ സാധനം റോഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്രാൻഡൊക്കെ ആണെന്ന് തോന്നുന്നു ഉപയോഗിക്കുന്നതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അതിൻ്റെ റിവ്യൂ ഒന്നും കുഴപ്പമില്ല. അപ്പം ഞാനിങ്ങനെ തോമസ് ചോദിച്ചു, ആണുങ്ങളുടെ മുടിയും പെണ്ണുങ്ങളുടെ മുടിയും തമ്മിൽ വ്യത്യാസമുണ്ടോ? അപ്പോൾ തോമസ് പറഞ്ഞു ആൻഡ്രോജൻ എന്തൊക്കെയോ കുറേ ഹോർമോണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പുള്ളി പണ്ടത്തെ ഫിസിയോളജി PhD ചെയ്ത കഥയെല്ലാം പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആണുങ്ങളുടെ മുടിയുടെ ഡിസ്ട്രിബ്യൂഷനും പെണ്ണുങ്ങളുടെ മുടിയുടെ ഡിസ്ട്രിബ്യൂഷനും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. എന്നാലും ഞാൻ പിന്നെയും വായിച്ച് നോക്കിയപ്പോൾ ഈ മിനോക്സിഡിൽ എന്ന് പറയുന്ന ആ ഒരു മെഡിക്കേഷനാണ്, അത് ആക്ച്വലി മെഡിസിനൽ പ്രോഡക്റ്റ് ആണ്. അത് നമ്മുടെ ഹെയർ ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഈ റോസ്മറി ഒക്കെ ആക്ച്വലി ഹെയർ ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ്. പക്ഷേ ഈ ഒരു പ്രായം, എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഹോർമോണൽ ഇതുകൊണ്ടുള്ള ഹെയർ ഫോൾ ആയതുകൊണ്ടായിരിക്കും റോസ്മരിയുടെ ഹെയർ ഫോളിക്കിൾ സ്റ്റിമുലേഷൻ ഒന്നും എനിക്ക് പോരായിരുന്നു. അങ്ങനെ ഞാൻ 10% ഇപ്പം അത് നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ, 10% മിനോക്സിഡിൽ ഞാൻ ഒപ്പിച്ചെന്ന് ഞാൻ പറയും. ഡോക്ടറെ അടുത്തൊന്നും പോയില്ല കേട്ടോ, കാരണം എൻ്റെ ഡോക്ടർ ഓടിക്കുമെന്ന് എനിക്കറിയാം. ഓടിക്കുന്നല്ല, വെറുതെ അല്ലാണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിലധികം പ്രശ്നമുണ്ട്. അപ്പം എനിക്കതങ്ങനെ ഡോക്ടറെ അടുത്ത് പോയിട്ടൊരു പ്രിസ്ക്രിപ്ഷൻ മേടിക്കാൻ തോന്നിയില്ല. സ്വന്തമായിട്ട് മാനേജ് നോക്കാം. ഇനി എങ്ങാനും തല മുഴുവൻ കഷണ്ടി ആയാൽ എന്നോട് തോമസ് ഓൾറെഡി പറഞ്ഞല്ലോ ഇവിടെ പോയിട്ട് ഇംപ്ലാന്റ് ചെയ്യാമെന്ന്.
എന്താ പറയുക, ടർക്കിയിൽ പോയിട്ട് ഈ മനുഷ്യൻ്റെ അടുത്ത് പറയാം, എടി പൊഴിയുന്ന മുടിയൊക്കെ സൂക്ഷിച്ചു വെച്ചോ, അത് കൊണ്ടുപോയിട്ട് അവർ ഒട്ടി, അതൊക്കെ വെറുതെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതാണ് അവർ ഇംപ്ലാന്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞത്. അത് എന്നെ പറ്റിക്കാൻ പറഞ്ഞതായിരിക്കും. പക്ഷേ ഞാൻ പിന്നെ എന്ത് വരുന്നത് വരട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ മിനോക്സിഡിലിൻ്റെ ഈ ഒരു ആദ്യം എനിക്ക് 10% കിട്ടി. ജനറിക് ബ്രാൻഡാണ് കേട്ടോ മേടിച്ചത്. ജസ്റ്റ് ജനറിക് ആയിട്ടുള്ള പ്രോഡക്റ്റ്, പ്രത്യേകിച്ച് ബ്രാൻഡ് പ്രോഡക്ട്സ് അല്ല. $100 ഒന്നും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണ്ട. കാരണം മോസ്റ്റ് ബ്രാൻഡഡ് മിനോക്സിഡിലും $100-200 ഒക്കെയാണ്. ഞാനൊരു $29-30 ഈ മിനോക്സിഡിൽ മേടിച്ചു. എന്നിട്ട് ഇവിടെ ഞാൻ മുഴുവൻ കഷൻ്റെ ഈ ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യും. പിന്നെ ആ ഒരു പോയ മുഴുവൻ തലയിൽ അപ്ലൈ ചെയ്യും, പക്ഷേ നല്ലോണം പോയെടുത്ത് കുറച്ച് എയർ അപ്ലൈ ചെയ്തു. ആക്ച്വലി അതിൻ്റെ ഈ സംഭവത്തിൽ പറഞ്ഞത് നമ്മൾ അരമണിക്കൂർ തേച്ചിട്ട് കുളിക്കണം എന്ന് പറ്റും. പക്ഷെ ഞാൻ പിന്നെ ആക്രാന്തമാണല്ലോ, നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് മുടി വരണം എന്നുള്ളതുകൊണ്ട് രാത്രിയിൽ തേച്ചിട്ട് രാവിലെ കുളിക്കും. അങ്ങനെ ആയപ്പോഴത്തേന് ഞാനൊരു കാര്യം പറയാം കേട്ടോ. നമ്മൾ ശരിക്കും എല്ലാ ദിവസവും മുടി കഴുകേണ്ട കാര്യമില്ല എന്നുള്ളത് കാരണം അതൊരു മെയിൻറ്റെയിൻ ചെയ്യണം, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എവറി അതർ ഡേയിൽ ഹെയർ കഴുകണം കേട്ടോ, തല കഴുകണം. അപ്പോഴാണ് നമുക്ക് ശരിക്കും നല്ലൊരു മസാജൊക്കെ ചെയ്ത് നമ്മുടെ ഫോളിക്കലിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് എവറി അതർ ഡേ ഹെയർ ഇത് ചെയ്യുന്നത്. 2 കാര്യമുണ്ട്. മുടി പൊഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ഓരോ തവണ കുളിക്കുമ്പോൾ കുറേ മുടി പോകുന്നതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഈ മിനോക്സിഡിൽ തേച്ച് കഴിഞ്ഞാൽ കുളിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ എവരി അതർ ഡേ തേക്കുമായിരുന്നു. ഇപ്പം എത്ര പ്രാവശ്യം തേക്കും എന്ന് ചോദിച്ചാൽ എവരി അതർ ഡേ തേക്കും. ഇത് എന്താ പറയുക, ഞാൻ ആർക്കും പ്രിസ്ക്രൈബ് ചെയ്യോ ബ്രാൻഡ് പ്രൊമോഷനോ ഒന്നുമല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതൊരു മെഡിസിനൽ പ്രോഡക്റ്റ് ആയത് ഓവർ ദ കൗണ്ടർ അവൈലബിൾ ആണ്. ഇതൊരു പ്രിസ്ക്രിപ്ഷനൊന്നും ആവശ്യമില്ല. ആമസോണിലോ അല്ലെങ്കിൽ എവിടെയാണോ ഓവർ ദ കൗണ്ടർ നിങ്ങൾക്ക് കിട്ടുന്ന അതിൽ ടൈപ്പ് ചെയ്ത് നോക്കുക. എന്നോട് ഒത്തിരി പേര് ലിങ്ക് ചോദിക്കാറുണ്ട്. ഞാൻ അഫിലിയേറ്റഡ് ലിങ്ക്സ് ചെയ്യാറില്ല, ഞാൻ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനൽ ഭയങ്കരമായിട്ടും ഗ്രോ ചെയ്യാത്തത്. കാരണം എനിക്ക് എന്താ പറയുക, എനിക്ക് എൻ്റെ അഭിപ്രായം സ്വന്തമായിട്ട് പറയാൻ പറ്റണം. പിന്നെ അഫിലിയേറ്റഡ് ലിങ്ക്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുമല്ലേ വിത്ത് മണി റിസീവ് ചെയ്തുകൊണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു എത്തിക്കൽ സൈഡും അതേസമയം ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഗുണപ്പെട്ട സാധനം ഞാൻ എൻ്റെ അനിയത്തിക്കോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനോ ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന പോലെ നിങ്ങളോടിങ്ങനെ ഞാനിതായിട്ട് യൂസ് ചെയ്തത് ട്രൈ ചെയ്ത് നോക്കുന്നു പറയണത് വേറൊരു അതിൻ്റെ എത്തിക്സ് വേറെയാണെന്ന് എനിക്കെപ്പോഴും തോന്നുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലിങ്ക് ചോദിച്ചാൽ ഞാൻ ലിങ്ക് എനിക്ക് ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ ലിങ്ക് സെർച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ആ ഒരു ടൈം ഞാൻ സ്പെൻഡ് ചെയ്യാറില്ല. അപ്പം ലിങ്ക് ഇല്ല, ജസ്റ്റ് ആമസോണിൽ ഏതാണോ എന്നിട്ട് അതിലേക്ക് റിവ്യൂ നോക്കുക, പല റിവ്യൂസ് നോക്കുക. ഞാൻ എന്നിട്ട് പിന്നെ ഇപ്പം തേക്കണില്ല കേട്ടോ. ആക്ച്വലി അത് കണ്ടിന്യൂസ് തേക്കണം എന്നാണ് പറയുന്നത്. ഞാനത് വായിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പാടില്ലാന്ന്. പക്ഷേ നമ്മൾ പിന്നെ എന്താ പറയുക, തനതായ സ്വഭാവം ഉണ്ടല്ലോ എന്താന്ന് പറഞ്ഞാലും. കാരണം മടിയുണ്ട്, ഇത് തേക്കണം, പിന്നെ അത് തേച്ച പിറ്റേ ദിവസം രാവിലെ കുളിക്കണം, അല്ല രാവിലെ തേച്ച് നമുക്ക് വർക്കിന് പോകാൻ പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ മുടിയുടെ പറഞ്ഞു വരുന്ന അർത്ഥം മുടി പിന്നെ ആ ഒരു പൊഴിച്ചിൽ നിന്നു മുടി വന്നു ചെറുതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ബേബി ഹെയർ ഇങ്ങനെ പിരിപിരാന്ന് നിൽക്കുന്ന കാണാമല്ലോ, മുടി വരാൻ തുടങ്ങി. അപ്പം വീണ്ടും ഒരു കുഴപ്പമില്ലാത്തൊരു സ്റ്റേജിലേക്ക് പോയപ്പോൾ ഞാൻ പിന്നെയും ആ തേര് നിർത്തിയിട്ടു. പക്ഷെ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിന് ഇത് റെക്കമെൻഡ് ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറഞ്ഞ ഹെയർ ഫോളിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞത് അത് തുടങ്ങിയ പിന്നെ ഒരിക്കലും നിർത്തരുതെന്നല്ല പറഞ്ഞത്. അപ്പം ഞാനതൊരു 5-6 മാസം തേച്ചു, പിന്നെ നിർത്തി, പിന്നെ ഇതുവരെ തേച്ചിട്ടില്ലാന്ന്. പക്ഷെ അങ്ങനെ കേട്ടതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഇനിയും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് പ്രത്യേകിച്ച് മറ്റ് അസുഖങ്ങളുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ പല അസുഖങ്ങൾ ഉള്ളവർക്ക് ഹെയർ പൊഴിയാമല്ലോ, അതല്ലെങ്കിൽ മറ്റ് അലോപേഷ്യ അങ്ങനത്തെ ഇതുള്ളവരുണ്ടാവാം. അതൊന്നുമല്ല, എനിക്ക് പ്രത്യേകിച്ചൊരു കാരണമില്ലാണ്ട് എൻ്റെ ബ്ലഡ് വർക്ക്സ് എല്ലാം ഓക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് ഒരു ചേഞ്ച് ഓഫ് ഡയറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കീറ്റോ അല്ലെങ്കിൽ ഭയങ്കരമായ എക്സ്ട്രീം ഡയറ്റൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് ഹെയർ ഫോൾ ഉണ്ടാവും കേട്ടോ, അതൊക്കെ നോർമലാണ്, ഒരു നോർമൽ ഹെയർ ഫോൾ. പക്ഷെ ഇതെൻ്റെ ലൈഫ് ഈ 44 വർഷമായില്ലേ, അതിനിടയ്ക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്രയും ഹെയർ ഫോൾ വരുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്തെന്ന് പറഞ്ഞുള്ളൂ. പക്ഷെ ഞാൻ നിങ്ങൾക്ക് അൺകൺട്രോളബിൾ ആണ് എന്തെങ്കിലും ഒരു ഹെൽത്ത് റിലേറ്റഡ് ആണെന്നൊക്കെ ചെക്ക് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. എനിക്ക് ആ ഒരു സമയത്ത് തന്നെ പല കാര്യങ്ങൾക്ക് ബ്ലഡ് വർക്ക് ചെയ്യണമായിരുന്നു. അപ്പം അയൺ നോർമലായിരുന്നു, ഫെർട്ടിൻ നോർമലായിരുന്നു,
ബാക്കി എൻ്റെ എല്ലാ ബ്ലഡ് വർക്കുകളൊക്കെ നോർമലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഹെൽത്ത് റിലേറ്റഡ് ഹെയർ ഫോൾ ആണെന്ന് തോന്നിയിട്ടില്ല. പിന്നെ ഇതിനൊപ്പം തന്നെ ഞാൻ ചെയ്യണ മറ്റു ചില കാര്യങ്ങൾ എനിക്ക് ബയോട്ടിൻ്റെ ടാബ്ലറ്റ് ഭയങ്കരമായിട്ടും എല്ലാവർക്കും ബയോട്ടിൻ ഹെയർ ഫോളിന് എടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ബയോട്ടിൻ ഈ ഹെയർ ഫോളിന് എടുത്തിട്ട് എനിക്കൊരു ഗുണം ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഞാൻ ഗുണമില്ലാത്തതുകൊണ്ട് അതങ്ങോട്ട് നിർത്തി. മറ്റ് സപ്ലിമെൻറ്റ്സിൻ്റെ കൂട്ടത്തിൽ ഓർക്കുമ്പോൾ ഒരു ബയോട്ടിനിങ് എടുക്കും എന്നല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബയോട്ടിൻ എടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കൊളാജൻ ഹെയറിനും നെയിലിനും നല്ലതെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഹെയർ ഫോളിനെ ഒന്നും കൊളാജൻ പ്രിവെൻറ്റ് ചെയ്തില്ല കേട്ടോ. പക്ഷെ ഞാൻ കൊളാജൻ ഇടയ്ക്ക് ഒരു സമയത്ത് നിർത്തിയെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും നമ്മളൊരു ബ്രേക്ക് വരും, മടുപ്പ് ബ്രേക്ക് വരുള്ളൂ, അങ്ങനെ നിർത്തിയതായിരുന്നു. പക്ഷേ കൊളാജൻ റീസ്റ്റാർട്ട് ചെയ്തപ്പം ഹെയറിന് നല്ല ഷൈനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു പ്രായം വെച്ചിട്ട് ഈ ഒരു അവസ്ഥയിൽ അത്യാവശ്യം ഷൈനി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഹെയറിന് കൊളാജൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം കൊളാജന് പിന്നെ പ്രോട്ടീൻ നമ്മൾ ഒരു 100 to 110 grams ഓഫ് പ്രോട്ടീനാണ് കേട്ടോ ഞാൻ എൻ്റെ ഡെയിലി കൺസംഷനിൽ എനിക്ക് എൻ്റെ ന്യൂട്രീഷനിസ്റ്റ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ശരിക്കും ഇൻറ്റൻഷനലി കാൽക്കുലേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു 40-50 ഗ്രാം പ്രോട്ടീനൊക്കെ ഒരു ആവറേജ് മലയാളി ഫുഡിൽ നമ്മൾ എടുക്കുന്നുള്ളൂ. നമ്മളത് ചിക്കനായിട്ടോ മറ്റു മീറ്റായിട്ടോ ചെറിയൊരു കുഞ്ഞു കഷ്ണം മീൻ കറിക്കകത്തൊരു മീനല്ലാണ്ട് വലിയ കഷ്ണം മീനുകളോ അങ്ങനെയൊക്കെ നമ്മൾ ഇത്തിരി എഫേർട്ട് ഇട്ട് കാൽക്കുലേറ്റ് ചെയ്താലേ ഉള്ളൂ 100+ നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രോട്ടീൻ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയേക്കുന്നത്. പക്ഷെ ഞാൻ 100+ പ്രോട്ടീൻ ഹിറ്റ് ചെയ്തു. അതെല്ലാം ഞാൻ ഈ മിനോക്സിഡിൽ യൂസ് ചെയ്തപ്പോഴത്തേക്കിനും അല്ല കേട്ടോ. മിനോക്സിഡിൽ യൂസ് സമയത്ത് ഞാൻ അത് മാത്രമേ ചെയ്യണ്ടായിരുന്നുള്ളൂ. കാരണം വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അത് മാത്രമേ ഫോക്കസ് ചെയ്യാൻ പറ്റണ്ടായിരുന്നുള്ളൂ. പിന്നെ റെഗുലറായ കാര്യങ്ങൾ, നോർമൽ ഫുഡ്, നോർമൽ ഡയറ്റൊക്കെ, ബയോട്ടിനൊക്കെ ഇടയ്ക്ക് കഴിക്കും, പക്ഷെ വലിയ കാര്യം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അതായത് ഈ ഹെയർ ഫോളൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേന് കൊളാജനും ഇൻക്രീസ്ഡ് പ്രോട്ടീൻ അതും ഹെയറിനെ ആ ഒരു ഹെൽത്ത്, നമ്മളിങ്ങനെ മുടി നീളവും മണ്ണും ഒക്കെ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അതൊരു ഹെൽത്തി ആയിട്ട് കിടക്കണമെങ്കിൽ നമ്മൾ ഒരു ഷൈനി ഒക്കെ ആയിട്ട് ഇരിക്കണമെങ്കിൽ പ്രത്യേകിച്ച് പ്രോഡക്ട്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാനൊരു ഷാമ്പൂവും കണ്ടീഷണറും തേക്കും. ഇപ്പം ഞാൻ നിയോക്സിൻ NIOXIN നിയോക്സിൻ്റെ ഷാമ്പൂവും കണ്ടീഷണറുമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതും പിന്നെന്താ ഹെയർ ഡ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഈ എന്തെങ്കിലും ടൂൾസ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നല്ലൊരു എന്തെങ്കിലും ഒരു സ്പ്രേ ഒഴിക്കും. ഇങ്ങനെ അല്ലാണ്ട് അഡീഷണൽ പ്രോഡക്ട്സോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ എന്താണോ കൺസ്യൂം ചെയ്യുന്നത് ആ ഒരു എമൗണ്ട് ഓഫ് പ്രോട്ടീനും ക്വാളിറ്റി ഓഫ് പ്രോട്ടീനും ഫുഡും തീർച്ചയായിട്ടും നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു ഹെൽത്തിനെ ഇത് ചെയ്യും. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും എൻ്റെ സിമിലർ പോലത്തെ സ്റ്റോറി, ഇങ്ങനെ ഹെയർ ഫോൾ വല്ലാണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നല്ല ഹെയർ ഉണ്ടായിട്ട് അങ്ങനെ വന്ന് ഈ ഭാഗത്തായിരുന്നു കഷണ്ടി പോലെ വന്നു എന്ന് പറഞ്ഞത്, കുറേ മുടി അങ്ങോട്ട് നമുക്കിങ്ങനെ കാണാം, ഒറ്റ മുടിയൊക്കെ ഉള്ളൂ നമ്മുടെ തലയോട്ടി കവർ ചെയ്യാന്നുള്ള രീതിയിലത്തെ ഒരു അവസ്ഥയായിരുന്നു. അവിടുന്ന് ഇതിപ്പം പച്ച ഇരിക്കുന്നതിനകത്തൊക്കെ നിറയെ ചെറിയ മുടികളുണ്ട്. ഇങ്ങനെ ഇവിടെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു മുടികൾ ഉണ്ട് വന്നിട്ടുള്ളത്. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും തോന്നുന്നു. പിന്നെ ഇത് തീർച്ചയായിട്ടും മെഡിസിനൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഒക്കെ മേടിച്ച് തേച്ച് അസുഖങ്ങളൊന്നും വരുത്തി വെക്കരുത്. അതൊക്കെ മേടിക്കുമ്പോൾ ആദ്യം ഒന്ന് എവിടെയെങ്കിലും ബോഡിയുടെ മറ്റ് പാട്ടൊക്കെ തേച്ച് നോക്കുക, അലർജി വരുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ എപ്പോഴും ആസ് യൂഷ്വൽ ഡെർമറ്റോളജിസ്റ്റോ അല്ലെങ്കിൽ ഫിസിഷ്യനൊക്കെ കൺസൾട്ട് ചെയ്യുക. ഇതിനൊക്കെ മരുന്ന് ഈ മിനോക്സിഡിലിനൊക്കെ പ്രിസ്ക്രിപ്ഷൻ ഡോസ് ഉണ്ട്. മോർ ലൈക്ക് 5%, 10% ഒക്കെ നോൺ പ്രിസ്ക്രിപ്റ്റീവ് ഓവർ ദ കൗണ്ടർ ഡോസാണ്. നമ്മൾ പക്ഷേ ഡോക്ടേഴ്സിൻ്റെ അടുത്തിരുന്നാണെങ്കിൽ അവരതിൻ്റെ ഇപ്പോൾ നമ്മൾ ഫേസിലൊക്കെ തേക്കുന്ന വൈറ്റമിൻ എയുടെ ഒക്കെ സാധനങ്ങളുണ്ടല്ലോ, റെറ്റിനോൾസ് ഒക്കെ ഫിസിഷ്യൻസ് ഹൈ കോൺസെൻട്രേഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നല്ലേ പറയണേ. എന്ന് പറഞ്ഞ പോലെ ഹെയറിനും അവർ ഹൈ കോൺസെൻട്രേഷൻ പ്രിസ്ക്രൈബ് ചെയ്യുമായിരിക്കും. പക്ഷേ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇതാണ് ഞാൻ ചെയ്തതെന്നൊന്ന് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നുള്ള ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ അടുത്ത വീഡിയോയ്ക്ക് വരും വരെ ടേക്ക് കെയർ, ബൈ ബൈ.